ഹലോ ഗൈസ്, അബി ആൻഡ് അബി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ കുറച്ച് കക്ക ഇട്ടിട്ടുണ്ട്. ആ കക്ക നമുക്ക് കഴുകി ഫ്രഷ് ആക്കി പുഴുങ്ങിയിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇനി ചേരുവകളിലോട്ട് പോവാം. സവോള, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് മുളകെടുക്കാം. മുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു തേങ്ങയുടെ കഷ്ണം എടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് നല്ല ശുദ്ധ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച ആ തേങ്ങയും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് നല്ല മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഉള്ളിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ഉള്ളി ഇതാണ്ട് ഇതിനകത്ത് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് തട്ടിയിട്ട് കൊടുക്കാം. നമുക്കിനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് പച്ചമുളക് എടുക്കാം നമുക്ക്. അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഇടാം. പിന്നെ നേരത്തെ എടുത്തു വെച്ച ആ കക്ക, മെയിൻ സാധനമാണ് കക്ക. ഓക്കെ, നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത മസാലയിലോട്ട് പോവാം. മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ആ കക്ക, ആ ഫ്രഷ് ആയിട്ട് കഴുകി വെച്ച ആ കക്ക നമുക്ക് ഇതിനകത്തോട്ടൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ ഇടുന്നുണ്ട്. ഞാനല്ലേ കേട്ടോ ഇടുന്നത്, എൻ്റെ അച്ചാമ്മയാണ് ഇടുന്നത്. ഓക്കെ, നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ കക്കയ്ക്കും ആ കളർ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അച്ചാമ്മ നല്ലൊരു പാചകക്കാരിയാണ്. ഓക്കെ, അത് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടേണ്ട മസാല എന്ന് പറഞ്ഞാൽ ഗരം മസാലയാണ്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കക്ക ഫ്രൈ. ഒക്കെ ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. എന്തൊരു ടേസ്റ്റാണ്, നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല കറമുറാനായിട്ടുണ്ട് ഗൈസ്. വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നെന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ. ഹാപ്പി ക്രിസ്മസ്, ബൈ.